അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ അഭിനയ ചക്രവർത്തി, അല്ലെങ്കിൽ മലയാളം കണ്ട, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട നല്ലൊരു അഭിനയ ശൈലിയുള്ള നടൻ, ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. യെസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ, അതായത് അത്യാവശ്യം ഇത് അഭിനയം എന്ന് പറഞ്ഞാൽ ഇത്താടെ അഭിനയം നമുക്ക് ഒരു 10-15 ആൾക്കാർ നമുക്ക് മറ്റൊരു രാജ്യത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ പടങ്ങൾ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളി ചെയ്തുകൊണ്ട് മാത്രം സിമ്പിളായി തോന്നുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ടേ ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിയാടാ. അത് ഒരാൾക്കും തൊടാൻ പറ്റൂല. ഇനി മമ്മൂട്ടി വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പടങ്ങളുണ്ട് നമ്മളുടെ ലാലേട്ടനെ. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങളുടെ കുറച്ച് പടങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അഭിനയം തോന്നൂല, പുള്ളി ഒരു ജീവിക്കുന്നത്, ആ ക്യാരക്ടർ ജീവിക്കുന്നത് നമുക്ക് തോന്നും. അങ്ങനെയുള്ളൊരു കുറച്ച് സിനിമകളാണ് ഞാനിവിടെ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ഈ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ മൂവിയുടെ എല്ലാ ലിങ്കും ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. യെസ്, ഫസ്റ്റ് വൺ 1984 പുറത്തിറങ്ങിയ ഒരു വിൻസെൻ്റ് സംവിധാനം ചെയ്ത പടം ശ്രീകൃഷ്ണ പരുന്ത്. ലാലേട്ടൻ്റെ കയ്യിലെടുത്ത് നോക്കിയാൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് ഒരു 5ാം സ്ഥാനത്തൊക്കെ ഈ ശ്രീകൃഷ്ണ പരുന്ത് ഉണ്ടാവും. ആരും ഇതിനെപ്പറ്റി അധികം സംസാരിച്ചിട്ടൊന്നും ഞാൻ കാണാറില്ല. ഇതൊരു കിട്ടിലം പടമാണിത്. അതായത് ലാലേട്ടൻ്റെ ആക്ടിങ് എന്നെല്ലാം പറഞ്ഞാൽ ഇതിലാണ് പീക്ക്. അതായത് 1984 പറയുമ്പോൾ പുള്ളിക്ക് ഏതാണ്ടൊരു 30 അല്ലെങ്കിൽ ഒരു 20-30 വയസ്സിനിടയ്ക്ക് പ്രായം ഉണ്ടാവും. ആ സമയത്താണ് പുള്ളി ചെയ്തു വെച്ചത്. മറ്റേ ലാലേട്ടനെ കൂടെ അതിൽ സെഗതിയുണ്ട്, ബാലൻ കെ നായരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കഥ ഞാനങ്ങനെ വൃത്തിക്ക് പറയുന്നില്ല. എന്നാലും ചെറിയൊരു പ്ലോട്ട് പറഞ്ഞാൽ എന്താണ്, കുമാരൻ എന്ന് പറയുന്ന ഒരാൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് ഒരു മോഷണം നടത്തും. അപ്പോൾ അവിടെ നിന്ന് ഇയാളുടെ കൂടെ ഒരു പരുന്ത് കൂടും, ശ്രീകൃഷ്ണ പരുന്ത്. അപ്പോൾ ആ ശ്രീകൃഷ്ണ പരുന്ത് അവിടെ മുമ്പുണ്ടായ ഒരു ദാസൻ്റെ ആത്മാവാണെന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പുള്ളീനെ ഈ ശ്രീകൃഷ്ണ പരുന്ത് വേട്ടയാടും. അതായത് എങ്ങനെ പോയാൽ ആരും ചൊറയാക്കും. അതുപോലെ തന്നെ ഇതിൽ എന്താണ്, ഈ തെമ്മാടിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ലാലേട്ടൻ്റെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടർ പിന്നെന്താകുന്നൊരു സന്യാസി, അതൊരു ഭക്തനായ സന്യാസിയെ മാറുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരുപാട് സംഭവങ്ങൾ, അതായത് പുള്ളി ഇങ്ങനെ മാറുമ്പോൾ ശ്രീകൃഷ്ണ പെരുന്തൽ വന്നിട്ട് പുള്ളിയുടെ വ്യക്തിയായിരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ആക്ടിങ് ഒക്കെ പറഞ്ഞാൽ ഇതിലാ പടമേ ഒരു അടിപൊളി പടമാണ്. ഇപ്പോൾ കാണാൻ കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് 1992 പുറത്തിറങ്ങിയ നമ്മളുടെ സതയം. സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ MT വാസുദേവൻ നായർ കഥ എഴുതിയ പടം സതയം. ലാലേട്ടൻ്റെ ഫിലിം കരിയർ എടുത്താൽ അതിൽ ഇതുപോലത്തെ ഒരു പടം വേറെ കാണൂല. അതായത് നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സ്ക്രിപ്റ്റിന് മുകളിലും പോയ പെർഫോമൻസാണ് സതയം എന്നുള്ളത്. പടം ആ സമയത്ത് ഇത് ബോക്സ് ഓഫീസ് വൈസ് സംഭവം ഹിറ്റായിട്ടെങ്കിലും പിന്നീട് ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് സാധനം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽ വഴിയൊക്കെ കണ്ട ഒരു ആക്ടിങ് എന്ന് പറയുന്നത് ഈ പടത്തിലാണ്. അപ്പോൾ ഇനിയും പടം കാണാൻ ബാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, മസ്റ്റ് വാച്ചാണ്. അതിൽ കഥയൊന്നും പറയാനുള്ള സിദ്ധാർത്ഥനല്ല, ഞാൻ ഒരുപാട് കാലമായി കണ്ടിട്ട്. എന്നാലും സത്യം എന്നാണെന്ന് തോന്നുന്നു കഥാപാത്രത്തിൻ്റെ പേര്. അതായത് ഈ സത്യം എന്ന് പറയുന്ന കഥാപാത്രം എന്താണ്, ഒരു നാട്ടിലേക്ക് വന്ന് താമസിക്കും. അപ്പോൾ അവിടെ കാണുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇയാൾക്കൊരു മെൻ്റലി ഒരു പ്രശ്നമുണ്ട്. മെൻ്റലി എന്ന് പറയുമ്പോൾ ഭ്രാന്തല്ല, നല്ലൊരു സൈക്കോ കണക്കെ. നിങ്ങൾ ആ പടം കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാണാതെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കും. ഞാൻ സ്പോയിലറൊന്നും ആക്കി തരുന്നില്ല, കാണാതെ തന്നെ കണ്ടുനോക്കും. അടിപൊളി പടമാണ്. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് 1992 തന്നെ ഇറങ്ങിയ അഹം. രാജി എന്നത് സംവിധാനം ചെയ്ത പടമാണ് അഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ, അല്ലെങ്കിൽ ഈ പടം എന്ന് പറയുന്നത് ഒരു അടിപൊളി പടമാണ്. സംവിധാനത്തിൻ്റെ ഒരു കുറച്ച് ലാഗ്സൊക്കെ അടക്കം വരുന്നുണ്ടെങ്കിലും ഈ പടത്തിന് ആ ലാഗ് വേണം. അങ്ങനത്തെ ഒരു പടമാണ് ഈ അഹം എന്ന് പറയുന്നത്. ഇതിൽ ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടർ നെയിം സിദ്ധാർത്ഥൻ എന്നാണ്. അപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഭയങ്കര വൃത്തിയാണ്. ആ രോഗത്തിന് എന്തോ പേര് പറയും, അതെനിക്ക് ഓർമ്മയില്ല. അതായത് ഭയങ്കര വൃത്തിയാണ്. അതായത് ഒരു ദിവസം 4 പ്രാവശ്യം താടി സേവ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു വൃത്തിയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഇതിന് സംശയം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. സംശയരോഗമുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഒരു തെറ്റ് ചെയ്യും. ആ തെറ്റ് പറഞ്ഞാൽ പടം സ്പോയിലറായി പോകും. അതിൻ്റെ തെറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്,
പുള്ളി മെൻ്റലി ആകെ അബ്നോർമലാവും, അതായത് അബ്നോർമലാവും. അതിനുശേഷം എന്താണ് പുള്ളി ഒരു സന്യാസിയുടെ വേഷം ഇട്ടിട്ട് സന്യാസിയുടെ വേഷം ധരിച്ചിട്ട് ഒരു പ്രാന്താശുപത്രിയിൽ പോയിട്ട് നിൽക്കും, പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കും. അതാണ് അഹം. ഇപ്പോൾ കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക, അടിപൊളി പടമാണ്. ഇതിൻ്റെ പാട്ടുകൾ എന്നെല്ലാം പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് എൻട്രോ സോങ് ആയിട്ടൊരു സാധനമുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടതെന്ന് പറഞ്ഞിട്ട് വിരലുകളുടെ പീക്കല്ലെങ്കിൽ അപ്താ. കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക. അതെന്ന് പറയുന്നതും മോഹൻലാലിൻ്റെ കരിയർ തന്നെ ആക്ടിങ് വൈസ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പെർഫോമൻസ് അത് നമുക്ക് മോഹൻലാലിനെ കാണാൻ പറ്റില്ല. ആ പടത്തിൽ മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റില്ല, അമ്മാതിരി പെർഫോമൻസാണ് പുള്ളി. അപ്പോൾ അത് കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കും. മോഹൻലാൽ ചെയ്തുകൊണ്ട് മാത്രം ചിലപ്പോൾ അതുണ്ടാവും നമുക്ക് സിമ്പിളായിട്ട് തോന്നും. അതിൽ ചില സമയത്ത് പുള്ളിയുടെ ആക്ടിങ് ഒക്കെ ഉണ്ട്, കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ല, കണ്ണ് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, പുള്ളി എത്രത്തോളം നല്ലൊരു അഭിനേതാവാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് താളവട്ടം. അതിൻ്റെ പ്രിയദർശൻ സംവിധാനം ചെയ്ത പടമാണ് താളവട്ടം. അതായത് പ്രിയദർശൻ മോഹൻലാൽ പടം, അതും 90s അല്ലെങ്കിൽ 80s നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്താ ഒരു സാഡ് എൻഡിങ് ആയിരിക്കും. ഈ പടം കണക്കിന് ഒരു സാഡ് എൻഡിങ്ങോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അതായത് കണ്ണ് നനയിക്കും, നമ്മളെ കണ്ണ് നനയിച്ചിരിക്കും ഈ പടം. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇതിലത്തെ ലാലേട്ടൻ്റെ കഥാപാത്രം എന്താ മെൻ്റൽ പേഷ്യൻ്റാണ്. ഒരു പ്രാന്താശുപത്രിയിലേക്ക് എത്തും. അപ്പോൾ പ്രാന്താശുപത്രിയിൽ ചുറ്റുമുള്ള ആൾക്കാരും പിന്നെ നമ്മളുടെ ലാലേട്ടനും അവർ തമ്മിലുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യമൊക്കെ എന്താകും കുറച്ച് സന്തോഷവും ചിരിയൊക്കെ വരും. പിന്നീട് പടം പോയി തുടങ്ങുമ്പോൾ ഒരു വിഷമം വരാനുണ്ട്, ക്ലൈമാക്സ് എത്തുമ്പോൾ കരയിക്കും. ആണ് പ്രിയദർശൻ മോഹൻലാൽ കോംബോ 1984. ഇതിലെന്ന് പറയുന്നത് മോഹൻലാൽ ഈ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും പുള്ളി ആ ഒരു ഇത് മറന്നിട്ടില്ല. ഒരു പ്രാന്തൻ വേഷമാണ് താൻ ചെയ്യുന്നത് എന്നുള്ളത് പുള്ളിക്ക് നല്ല രീതിക്ക് അറിയാം. ഇതിലെ പുള്ളിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് വിനു എന്നാണ് നെയിം. നെടുമുടി വേണമൊക്കെ ഇത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് നൈസാണ്, അടിപൊളിയാണ്. ആ ഒരു ബോണ്ടിങ്, ഏത് നെടുമുടി വേണും മോഹൻലാലും തമ്മിലുള്ള ഒരു ബോണ്ടിങ് പടത്തിൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എന്തായാലും കരഞ്ഞു പോകും. അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അതുപോലെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് ദേവദൂതൻ. അപ്പോൾ ഈ പടം ഞാനിതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ചിന്തിക്കും, ഇത് മോഹൻലാലിൻ്റെ ആക്ടിങ് മൂവീസല്ലേ പടമല്ലേ, ഇതിൽ അണ്ടർ റേറ്റഡ് മൂവീസ് അല്ലല്ലോ എന്ന്. പക്ഷേ ദേവദൂതൻ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അതായത് ആ ഒരു മ്യൂസിക് ആ തുടങ്ങുമ്പോൾ തന്നെയുള്ള എന്തൊരു മഹാനുഭാവമല്ലോ ആ സംഭവം. മോഹൻലാലില്ലാണ്ട് മറ്റൊരാൾക്കും പറ്റൂല ആ ഒരു രീതി പിടിക്കാൻ. ആ ഒരു സംഭവം കൊണ്ട് ആ വയലിൻ കൊണ്ടൊക്കെ കളിക്കുന്ന ആ ഒരു കളി അത് മോഹൻലാലിൻ്റെ പറ്റൂല. പ്രണവ് മോഹൻലാൽ വരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇതിൽ വർഷങ്ങൾക്ക് ശേഷം, നടന്നില്ല. അത് വേറൊരാൾക്കും പറ്റൂല. നിങ്ങൾക്കത് കാണുമ്പോൾ സിമ്പിളായി തോന്നും, കാരണം അത് ചെയ്തു വെച്ച ആൾ മോഹൻലാലാണ്. അധികം പറഞ്ഞത് ഇതെന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും ദേവദൂതൻ ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഇടയ്ക്ക് റിലീസ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുടെ കണ്ടു നോക്കുക, ഒരു അടിപൊളി പടമാണ്, ഒരു നൈസ് പടമാണ് ദേവദൂതൻ എന്ന് പറയുന്നത്. എൻ്റെ കോൺസെപ്റ്റ് തന്നെ ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ്. സിബി മലയിലാണ് പടം സംവിധാനം ചെയ്തത്. അതുപോലെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് തന്മാത്ര. 2005 ഇറങ്ങിയ ഒരു ബ്രസീൽ മാജിക്. അതൊക്കെ മാജിക്ക് തന്നെയാണ്. കാരണം ഇതിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് രമേശൻ നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഇതിൽ ആദ്യം എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു പ്രശ്നമില്ല, നമ്മളൊരു ഫീൽ ഗുഡ് മൂവി കാണുന്നതോടെ ആ ഒരു ഫാമിലിയായിട്ട് നമ്മൾ എന്താ ബ്ലെൻഡ് ആയി വരും. പക്ഷേ ഒരു പകുതിയോടെടുക്കുമ്പം പുള്ളി ഇതിൽ മെയിൻ അൾഷിമേഴ്സ് രോഗം പിടിപെടും. എന്നിട്ടോ അൾഷിമേഴ്സ് രോഗം പിടിപെട്ടതിന് ശേഷം നടക്കുന്നൊരു കാര്യം, ആ കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം, അതാണ് തന്മാത്ര. ഇതിൻ്റെ ക്ലൈമാക്സും താളവാട്ടത്തിൻ്റെ ക്ലൈമാക്സ് പറഞ്ഞ പോലെ തന്നെയാണ്, കരയിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ഈ പടം നിങ്ങൾ കാണൂല. ഒരു പ്രാവശ്യം ഈ പടം കണ്ടാലാണെങ്കിൽ പിന്നെ ഈ പടം നിങ്ങൾ കാണൂല. കണ്ടാലും ക്ലൈമാക്സ് വരെ പോവില്ല, ഞാൻ ഷുവറാ. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ലാലേട്ടൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ചോദ്യമാണ്. ഈ 2000 എന്നൊക്കെ പറയുന്നത് പുള്ളി അധികവും മാസാൻ്റെ ആ മാസ് കഥാപാത്രങ്ങളൊക്കെ വരുന്ന സമയം തന്നെ. അപ്പോൾ അതിനിടയിൽ വന്നൊരു സാധനമായിരുന്നു ഈ തന്മാത്ര എന്ന് പറയുന്നത്. ബോക്സ് ഓഫീസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പടം അത്ര വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല, അറിയാമല്ലോ. കാരണം ഇതിൻ്റെ കഥ മോശമായതുകൊണ്ടോ അതൊന്നുമല്ല, ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു സംഭവം കാരണം തന്നെയാണ്. ഈ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് പൈസയും കൊടുത്താലും കരയാൻ പോകണോ, ഇല്ലല്ലോ. അത് ചിന്തിച്ചാൽ മതി. ഈ തന്മാത്ര എന്ന് പറയുന്ന പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ബ്ലസ് ചെയ്തതിൽ വെച്ചിട്ട് കിട്ടുന്ന പടമാണ്. ബ്ലസ് ചെയ്തതിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി പടമാണ്. അതുപോലെ തന്നെ എന്താണ് ഇത് ഭ്രമരം എന്ന് പറഞ്ഞൊരു മൂവി ബ്ലസ്സിയുടെ കൂടെ മോഹൻലാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭ്രമരം എന്ന് പറയുന്നത് തന്മാത്രകം താഴെ മാത്രമേ വരൂ.
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം പടം കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് 1991 ഇറങ്ങിയ വേറൊരു പടം. സി അരവിന്ദൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ പടമാണ് വാസ്തുഹാര. അതായത് മോഹൻലാലിൻ്റെ അഭിനയമോ അല്ലെങ്കിൽ ഫിലിം കരിയർ പറയുമ്പോൾ ഈ പടം അങ്ങനെ ആരും സംസാരിച്ച് ഞാൻ കാണാറില്ല. ഇതെന്ന് പറയുന്നത് ഒരു കിടിലൻ പടം, അണ്ടർറേറ്റഡ് മൂവി എന്ന് പറയുവാണെങ്കിൽ മോഹൻലാലിൻ്റെ കരിയറിൽ ഒരു അണ്ടർറേറ്റഡ് മൂവി തന്നെയാണ് ഈ വാസ്തുഹാര എന്ന് പറയുന്നത്. പിന്നെ പുള്ളി അവതരിപ്പിച്ച ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു നൈസ് ക്യാരക്ടർ, ഒരു ഇമോഷൻസൊക്കെ പുള്ളി ക്യാരക്ടറിൽ ബ്ലെൻഡ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇത് ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ എന്താണ് ഏറ്റവും അണ്ടർറേറ്റഡ് ആയി പോയ പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ ഈ പടം ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഈ ഒരു പടം കണ്ടിരിക്കണം. ഇതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് എന്താക്കുന്നില്ല, സമയം കൂട്ടുന്നില്ല, അതുപോലെ തന്നെ സ്പോയിലർ ആക്കുന്നില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്താക്കുക കമൻറ്റ് ബോക്സ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്ക് പോയിട്ട് കണ്ടേക്കണം. വാസ്തുഹാര കഴിഞ്ഞാൽ പിന്നെയുള്ള പടം എന്ന് പറയുന്നത് താഴ്വാരം. വെസ്റ്റേൺ ചാനലിൽ വന്ന ആദ്യത്തെ മലയാളം മൂവിയാണ് താഴ്വാരം എന്ന് പറയുന്നത്. ഭരതനാണ് ഇതിൻ്റെ സംവിധാനം. നമ്മളുടെ സ്ഫടികത്തിൽ അടുത്തൊമ്മ എന്ന് പറയുന്ന ശക്തമായ കഥാപാത്രം നമുക്ക് തന്ന ഭരതൻ തന്നെയാണ് ഈ ക്ലാസിക് പടത്തിൻ്റെ സംവിധാനം. അതാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. എന്താണ് ഒരു അടിപൊളി സാധനമാണ് താഴ്വാരം എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മേടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്താ അഴിഞ്ഞാട്ടം കഥാപാത്രമൊന്നുമല്ല. മേടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര സ്വഭാവമാണ്. ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു പോർഷൻ ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും രോമാഞ്ചം വരും. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. താഴ്വാരം എന്ന് പറയുന്നത് നിങ്ങളങ്ങനെ അധികം കണ്ടിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു അണ്ടർറേറ്റഡ് മൂവി തന്നെയാണ് മോഹൻലാലിൻ്റെ കരിയറിലെ. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോക്കാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താക്കുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ, ഈ പടത്തിനെ പറ്റിയിട്ടൊരു എക്സ്ട്രാ വീഡിയോ ചെയ്യണം എന്നൊക്കെയുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് മൂവിയിലേക്ക് കടക്കാം. നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് വാനപ്രസ്ഥം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ല. മോഹൻലാൽ കഥകളി വേഷം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ പടത്തിൽ വന്നത്. എത്ര നൈസായിട്ടാണ് പുള്ളി കഥകളി ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 1 വർഷക്കാലയളവോളമാണ് പുള്ളി കഥകളി അഭ്യസിച്ചിട്ടുള്ളത് ഈ പടത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പടത്തിൽ ചെയ്തു വെച്ചേക്കുന്ന കാണണം. പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് ഒരാളും ശിവലി കഥാപാത്രം. അത് എനിക്ക് ഷുവറാണ്. ഇതിൻ്റെ റീമേക്ക് റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളും സമ്മതിച്ചിട്ട്, തമിഴിലായാലും ചെയ്തിട്ടില്ലെങ്കിലും ശരി, ഒരാൾ സമ്മതിച്ചിട്ട് ഈ പടം റീമേക്കിന് വേണ്ടിയിട്ട്. അത്രയും കിടിലൻ പടമാണിത് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. പടം അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പടം ഒന്ന് കാണണം. ഏതാണ്ട് അത്രേ ഉള്ളൂ, 1.5 മണിക്കൂറിൻ്റെ അടുത്ത് അങ്ങാണ്ട് ഡ്യൂറേഷൻ, 2 മണിക്കൂർ ഇല്ല തികഞ്ഞ്. അപ്പോൾ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ലിസ്റ്റ് വേണ്ടി അവസാനിക്കുന്നത് ഇതൊന്നല്ല, ഇതിന് മുകളിൽ എന്തായാലും വരും മോഹൻലാലിൻ്റെ പടം എടുത്ത്. അപ്പോൾ അത് ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് ചിലപ്പോൾ ചെയ്യും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസായിട്ട് 2 പടം കൂടിയുണ്ട്. അത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട പടം. ഒരു മനുഷ്യന് തോളം അധപ്പതനത്തിലേക്ക് വീഴുമെന്ന് നമ്മളെ കാണിച്ചു തന്ന പടം കിരീടം ആൻഡ് ചെങ്കോൽ. സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് വീഴുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത, കിരീടവും ചെങ്കോലും. ആ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് 2 പാർട്ടാണ് കേട്ടോ. കിരീടം 1ാമത്തെ ഭാഗം, 2ാം ഭാഗം ചെങ്കോല്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ് അത്. ഇത് ഈ ചെങ്കോൽ എന്ന് പറയുന്ന തിയേറ്ററിൽ എന്താണ് തരിപ്പണായതാണ്. അതായത് വലിയൊരു ബോക്സ് ഓഫീസ് ചെയ്യാൻ നേടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാടത്രത്തോളം താഴ്ത്താൻ പറ്റുമോ, അതിന് മുകളിൽ ഈ പടം താഴ്ത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ വിചാരിക്കും ഇതിൽ സേതുമാധവൻ രക്ഷപ്പെടും, പക്ഷേ രക്ഷപ്പെടുത്തൂല സംവിധായകൻ. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കിരീടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം, അത് കഴിഞ്ഞ് ചെങ്കോലും കാണണം. അപ്പോൾ ഇത്രയും പടങ്ങളാണ് പറയാനുള്ളത്. ലാലേട്ടൻ്റെ അഭിനയപ്രാധാന്യമുള്ള പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ തെളിയൂല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്തുന്നു. ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കണ്ടിട്ട് കാണാത്തവരാണെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കാണുക. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഇത് പരിഗണിച്ചേക്കുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ഓൺ. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള അസാമാന്യ കഴിവുള്ള ഒരു നടൻ. I have great admiration for Mohanlal. മോഹൻലാൽ മാതിരി ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യയിலேயே கிடையாது. Intensity through eyes. அவ்வளவு சாதனைகள் பண்ணவர். இஸ் தி எபிட்டமி, அடையாளம் மாதிரி அவர். நான் மாத்திரலாம் தெரியல, லைஃப்ல என்னைக்கா ஒரு நான் அந்த மாதிரி நடிக்கணும் ஆசை. Will continue to always be an
ardent fan. இந்தியாவின் பெருமை கேரளாவின் சொத்து There's only one Mohanlal that happens once in 100 years.